കഴിഞ്ഞ ആഴ്ച കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു ടീച്ചർ വിളിച്ചിരുന്നു. ടീച്ചർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ചു കാലമായിട്ട് വല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ്. വെയിറ്റ് ഒക്കെ കൂടിയിട്ടുണ്ട്. ദഹന സംബന്ധമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നം. പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ടീച്ചറെ സഹായിച്ച ഒരു സൂത്രം അത് കിട്ടിയത് എനിക്ക് ഈ പുസ്തകത്തിനാണ്. ആറ്റോമിക് ഹാബിറ്റ്സ്, ജെയിംസ് ക്ലിയറുടെ. എല്ലാവരും വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നിർബന്ധമായും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. നല്ലൊരു പുസ്തകമാണ്. അപ്പൊ ടീച്ചർക്ക് ടീച്ചർ പറഞ്ഞു. പ്രശ്നത്തിന്റെ കാരണവും ടീച്ചർക്ക് അറിയാം. ടീച്ചർ ശരിക്കും ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. ഒരു ബസ് ഇറങ്ങിയിട്ട് 2 ബസ് കയറിയിട്ട് വേണം വീട്ടിലെത്താൻ. ഒരു ബസ് കഴിഞ്ഞ് അടുത്ത ബസ് വരാൻ ഏകദേശം അരമണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ടീച്ചറുടെ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെ ഒരു വലിയ ബേക്കറി ഉണ്ട്. വളരെ പ്രസിദ്ധമായ ബേക്കറിയാണ്. അവിടെ കയറിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്ക് അടിക്കും. ഷെയ്ക്കിനൊപ്പം ഷവർമയോ പപ്സോ അങ്ങനെയുള്ള ബേക്കറി നന്നായിട്ട് അടിക്കും. കാരണം 4-5 മണിയാകുമ്പോൾ നന്നായി വിശക്കുന്ന ഒരു സമയമാണ്. അതൊരു ശീലമായി. കുറച്ച് കാലങ്ങളായിട്ട് അത് ശീലമായപ്പോൾ വെയിറ്റ് കൂടി, ഹെൽത്ത് ഇഷ്യൂസ് തുടങ്ങി. അപ്പോൾ വെയിറ്റ് ഒക്കെ വല്ലാതെ കൂടിയപ്പോൾ ആത്മവിശ്വാസമൊക്കെ ബാധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ടീച്ചർ വിളിക്കുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല ഈ പുസ്തകത്തിലുള്ള ഒരു തന്ത്രം. നിങ്ങൾക്ക് മോശം ശീലങ്ങളെ ഒഴിവാക്കുക, അതിനുള്ളൊരു വഴി ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾക്ക് എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ശീലമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് നമ്മുടെ ബ്രെയിനും അല്ലാത്ത അട്രാക്ഷൻ തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ ശീലമാക്കും. അപ്പൊ അതിന് പുറത്ത് കിടക്കണമെങ്കിൽ അതിന്റെ അട്രാക്ഷൻ നമ്മൾ കുറയ്ക്കണം. അതിന്റെ ഒരു സൗന്ദര്യല്ലേ, അതിന്റെ ഒരു ആകർഷണത്വം അത് നമ്മൾ കുറയ്ക്കണം. ഇപ്പൊ ഷെയ്ക്ക് വീക്ക്നെസ് ആയ വ്യക്തി ഷെയ്ക്ക് കുടിക്കണമെങ്കിൽ അതിൽ ഷുഗർ ഇടാതെ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യാം. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം മധുരം ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഷെയ്ക്ക് കുടിക്കുക. നമ്മുടെ ബ്രെയിൻ പറയും, തോമസ് കുട്ടി വണ്ടി വിട്ടോടാ മതിയെന്ന്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടൊന്നും നിർത്തുന്നില്ല. കുറെ ദിവസം മധുരമില്ലാത്ത ഷെയ്ക്ക് കുടിച്ച് അതിനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞ് പതുക്കെ നമ്മളതൊന്ന് വിട്ടുപോകാം. നിർബന്ധമായിട്ട് ബലം പിടിച്ച് ജയിക്കണമെങ്കിൽ അസാമാന്യ കരുത്തുമാണ്. അത് സാധാരണക്കാർക്ക് പറ്റില്ല. സാധാരണക്കാർക്ക് ഒരു ശീലം ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇതാണ്. ആ ശീലത്തെ കുറച്ചും കൂടി മോശമാക്കുക, അട്രാക്ഷൻ വളരെ കുറയ്ക്കുക. കാപ്പി വല്ലാത്ത വീക്ക്നെസ് ആണെങ്കിൽ മധുരമില്ലാതെ കാപ്പി കുടിച്ചോളൂ. അപ്പൊ നമ്മൾ എന്താണോ നമ്മുടെ ശീലം അതിനെ വളരെ മോശം രീതിയിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് പുറത്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു സൂത്രം ഈ പുസ്തകത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മോശം ശീലങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് ഉപയോഗിക്കാം.